ഹായ് മക്കളെ, സ്റ്റഡി ടേബിളിലേക്ക് എല്ലാവരും വന്നോളൂ. സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ 6th ചാപ്റ്റർ, സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ കൂടുതൽ സാധ്യതയുള്ള ടോപ്പിക്കുകളുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും പെന്നും ബുക്കെല്ലാം എടുത്തു വരിക. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് പരീക്ഷയ്ക്ക് വരുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കി യാതൊരു ഡൗട്ടും ഇല്ലാതെ ആൻസർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് നന്നായിട്ട് പഠിക്കുക. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാച്ച് ദ ഫോളോയിങ്, അതായത് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് മാച്ച് ദ ഫോളോയിങ്ങിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർ. ഓറിന്റെ ക്യാരക്ടറുകൾ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓറിന്റെയും അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിലുള്ള വേസ്റ്റ് അഥവാ ഗ്യാങ് അല്ലെ, ഇമ്പ്യൂരിറ്റീസിന്റെയും ഓറിന്റെയും ക്യാരക്ടർ തന്നുകൊണ്ട് ആ ഓറിൽ നിന്നും ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്, ഓറിൽ നിന്നും ഇമ്പ്യൂരിറ്റീസിനെ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് വിളിക്കുക അല്ലെ. അപ്പോ ഇവിടെ ഓറിന്റെയും അതിലുള്ള ഗ്യാങ്ങിന്റെയും നാച്ചുർ തന്നിട്ട് നിങ്ങൾ ഏത് മെത്തേഡ് വഴി അതിനെ കോൺസെൻട്രേഷൻ നടത്തും എന്നാണ് ചോദ്യം. സോ ഒന്നാ നോക്കി നിങ്ങള്, ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ. ഓർ ഹെവിയർ ആണ്. ഓർ ഹെവിയർ എന്ന് പറഞ്ഞാല് ഓറിന്റെ വെയിറ്റ് കൂടുതലാണ് അഥവാ ഓറിന്റെ ഡെൻസിറ്റി കൂടുതലാണ് അല്ലെ. എന്നാൽ ഇമ്പ്യൂരിറ്റീസോ, ഇമ്പ്യൂരിറ്റീസിന്റെ ഡെൻസിറ്റി കുറവാണ്. ഇമ്പ്യൂരിറ്റീസ് ലൈറ്റർ ആണ്. ഹെവിയറിന്റെ ഓപ്പോസിറ്റ് ആണ് ലൈറ്റർ. അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ലൈറ്റർ ആണെങ്കിൽ, ഇമ്പ്യൂരിറ്റീസിന്റെ വെയിറ്റ് കുറവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പഠിച്ച ഒന്നാമത്തെ കോൺസെൻട്രേഷൻ മെത്തേഡ് എന്തായിരുന്നു? ഹൈഡ്രോളിക് വാഷിംഗ് ഓർ ലെവിഗേഷൻ അല്ലെ. ഹൈഡ്രോളിക് വാഷിംഗിൽ എങ്ങനെ മക്കളെ? വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് അല്ലെ, വാട്ടറിന്റെ ഫ്ലോ ആണ്. അതിലേക്ക് നമ്മൾ പൗഡേർഡ് ആയ പൊടിച്ച ഓർ ഇങ്ങനെ ചേർത്ത് കൊടുക്കും. പൊടിച്ച ഓർ ചേർക്കുമ്പോൾ അതില് എന്താണ്? വെയിറ്റ് കുറഞ്ഞ ആൾക്കാർ വെള്ളത്തിന്റെ മുകളിൽ ഉണ്ടാവും. അങ്ങനല്ലേ? നമ്മൾ വെള്ളത്തിലേക്ക് വെയിറ്റ് കൂടിയതും കുറഞ്ഞതുമായ ഒരു മിക്സർ ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെയിറ്റ് കുറഞ്ഞ ആൾക്കാർ മുകളിൽ പൊങ്ങി കിടക്കും അല്ലെ, വെയിറ്റ് ഉള്ള ആൾക്കാർ താഴേക്ക് പോലെ. അപ്പൊ വെയിറ്റ് കുറഞ്ഞ ആൾക്കാർ മുകളിൽ പൊങ്ങിക്കിടക്കുകയും ആ ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിന്റെ കറന്റിന്റെ കൂടെ, ഒഴുക്കിന്റെ കൂടെ എന്തെയും മുകളിലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത വെയിറ്റ് കുറഞ്ഞ ഗ്യാങ് ഇങ്ങനെ ഒഴുകി പോയിക്കോളും. നമുക്ക് ആവശ്യമുള്ള വെയിറ്റ് കൂടിയ ഹെവിയർ ആയ ഓറ് വെള്ളത്തിന് അടിയിലുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഗ്യാങ്ങിനെ ഒഴിവാക്കണമെങ്കിൽ, ഗ്യാങ്ങിന് വെയിറ്റ് കുറവാണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് സ്വീകരിക്കുക? ലെവിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഹൈഡ്രോളിക് വാഷിംഗ്, അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ലെവിഗേഷൻ. അപ്പൊ ഓറിന്റെ വെയിറ്റ് കൂടുതലും ഗ്യാങ്ങിന്റെ വെയിറ്റ് കുറവുമാകുമ്പോഴാണ് നമ്മൾ ഏത് മെത്തേഡ് സ്വീകരിക്കുക? ലെവിഗേഷൻ. ഗ്യാങ്ങിന്റെ വെയിറ്റ് കുറയുമ്പോഴാണ് ഗ്യാങ് പൊങ്ങിക്കിടക്കുക, വെള്ളത്തിന്റെ കൂടെ ഒലിച്ചു പോവുക. മറക്കരുത് കേട്ടോ. ഇനി നേരെ തിരിച്ച്, ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ. ഓറിനാണ് ലൈറ്റർ അഥവാ ഡെൻസിറ്റി കുറവ്, വെയിറ്റ് കുറവ്. ഗ്യാങ്ങിന് വെയിറ്റ് കൂടുതലാകുമ്പോൾ മക്കളെ ലെവിഗേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത് പ്രോസസ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ് അല്ലെ. ലെവിഗേഷന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആണെങ്കിൽ, ലെവിഗേഷനിൽ ഓറിന്റെ വെയിറ്റ് കൂടുതലും ഗ്യാങ്ങിന്റെ വെയിറ്റ് കുറവുമാണ്. ഗ്യാങ് വെള്ളത്തിൽ മുകളിൽ പൊങ്ങിക്കിടക്കും, വെള്ളം ഒലിച്ചു പോകുന്നതുകൊണ്ട് ഗ്യാങ് ആണ് പോയിക്കോളും അല്ലെ. എന്നാൽ നേരെ തിരിച്ച് ഓറിന്റെ വെയിറ്റ് കുറവും ഗ്യാങ്ങിന്റെ വെയിറ്റ് കൂടുതൽ, ഗ്യാങ് ഹെവിയറും ആകുമ്പോൾ നമുക്കൊരിക്കലും ആ മെത്തേഡ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന മെത്തേഡ് അല്ലെ. അപ്പോ ഇവിടെ രണ്ടാമത്തത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് രണ്ടാമത്തത്. ദെൻ മാഗ്നറ്റിക് നേച്ചർ ഓഫ് ഓർ നമ്മൾ പഠിച്ചു നോക്കളെ. അതായത് ഒന്നുകിൽ ഓറിന് അല്ലെങ്കിൽ ഗ്യാങ്ങിന്, അതിലുള്ള ഗ്യാങ്ങിന് അഥവാ ഇമ്പ്യൂരിറ്റീസിന് ഏതെങ്കിലും ഒന്നിന് മാത്രം മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒന്നിനെ മാഗ്നറ്റിക് നേച്ചർ പാടുള്ളൂ. രണ്ടാൾക്കും കൂടെ മാഗ്നറ്റിക് നേച്ചർ ആയി നടക്കുമോ? കാര്യം ഇല്ല. ഏതെങ്കിലും ഒന്നിന്, ഓറിനോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിനോ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിലാണ് നമ്മൾ ഏത് മെത്തേഡ് സ്വീകരിക്കുക? മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന മെത്തേഡ് സ്വീകരിക്കുക. എന്തായാലും ഈ സെക്ഷനിൽ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പ് മക്കളെ. ഈ 4 മെത്തേഡും കൂടെ പഠിക്കാനുള്ള അല്ലെ. ഇത് കഴിഞ്ഞ് ലീച്ചിങ് എന്ന മെത്തേഡ് കൂടെ ഉണ്ട്. ഈ 4 മെത്തേഡിൽ നിന്ന് എല്ലാ പരീക്ഷയ്ക്കും ഒരു ചോദ്യം വരാറുണ്ട്. അപ്പൊ നമ്മളിവിടെ ഈ പറഞ്ഞ എക്സ് എന്നുള്ളത്, എക്സ് എടുക്കാൻ പോലെ മക്കളെ, എക്സ് ആറാണ്. എക്സ് 6. അതേപോലെ വൈ ഏതാണ്? വൈ പി ആണ്. അതേപോലെ തന്നെ സെഡ് മാഗ്നറ്റിക് നേച്ചർ, മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പോ ഇവിടെ ആൻസർ ഡി ആണ്. ഓക്കെ, ഇത് എക്സാമ്പിൾസ് അടക്കം പഠിക്കണം. അതായത് എക്സാമ്പിൾസ് തന്നിട്ടും പരീക്ഷയ്ക്ക് ഈ ഒരു ഓറിനെ ഏത് മെത്തേഡ് വഴിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് ചോദിക്കാറുണ്ട് അല്ലെ. സൾഫൈഡ് ഓർ ആണെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ഓക്സൈഡ് ഓർ ആണെങ്കിൽ ലെവിഗേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബോക്സൈറ്റ് ആണെങ്കിൽ ലീച്ചിങ്, അല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ ഗോൾഡിന്റെ ഓർ ആണെങ്കിലോ സിൽവർ അല്ലെങ്കിൽ ഗോൾഡിന്റെ ഓർ, അല്ലെങ്കിൽ അതിൽ നിന്നും ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡാ, അതും ലീച്ചിങ് ആണ് അല്ലെ.
Then next അടുത്ത ചോദ്യം, ഇൻകംപ്ലീറ്റ് ഇക്വേഷൻ റിലേറ്റഡ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് ഓർസ് ആർ ഗിവൺ. കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് ഓറിന്റെ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട ചില ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. സിങ്ക് കാർബണേറ്റ് ZnCO3 സിങ്ക് കാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഡാഷ് പ്ലസ് CO2. അടുത്ത സിങ്ക് സൾഫൈഡ് അല്ലെ, CO3 അവസാനിച്ചാൽ കാർബണേറ്റ് നമ്മൾ വായിക്കുക അല്ലെ, എസിൽ അവസാനിച്ചാൽ സൾഫൈഡ് എന്നാണ് വായിക്കുക. അപ്പോ ഇത് സിങ്കിന്റെ കാർബണേറ്റ് ഓർ ആണ്, അഥവാ അറിയാം കലാമിൻ അല്ലെ. ഇത് സിങ്ക് ബ്ലെൻഡ് ആണ് ZnS സൾഫൈഡ് ഓർ. ഇവിടെ നമ്മൾ രണ്ടാളെയും ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഏതോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ പ്രോഡക്റ്റ് ഏതാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. മക്കളെ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ അറിയോ, ഇത് ഈ പറഞ്ഞ ഹീറ്റ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക, നമ്മൾ ഓറിനെ ഹീറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? അവരെ ഓക്സൈഡ് ഓറാക്കാൻ വേണ്ടിയാണ് അല്ലെ. സെക്കൻഡ് സ്റ്റെപ്പിൽ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് പറയുന്ന മെറ്റലർജിയുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ എല്ലാ ടൈപ്പ് ഓറുകളെയും ഓക്സൈഡ് ഓറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ഹീറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ മക്കളെ, കാർബണേറ്റ് ഓറുകളെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഇവിടെ O2 കാണുന്നുണ്ടോ? പ്ലസ് ഇതേപോലെ ഇവിടെ പ്ലസ് O2 കണ്ടില്ല നിങ്ങൾ, മുകളിൽ പ്ലസ് O2 കാണുന്നുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഇത് എയറിന്റെ ആബ്സെൻസിലാണ് ഹീറ്റ് ചെയ്യുന്നത്. എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഇക്വേഷനിൽ പ്ലസ് O2 കാണാൻ പറ്റുക. അപ്പൊ എയറിന്റെ ആബ്സെൻസിൽ കാർബണേറ്റ് ഓറിനെ ഹീറ്റ് ചെയ്യാം. കാർബണേറ്റ് ഓറിനെ എയറിന്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്ത് ഓക്സൈഡ് ഓറാക്കുന്ന പ്രോസസ്, ആ പ്രോസസ് ആണ് മക്കളെ ഏത് എയറിന്റെ ആബ്സെൻസിൽ, അതാണ് കാൽസിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ദെൻ സെക്കൻഡ്, സൾഫൈഡ് ഓറുകളെ എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ആക്കുന്നു. എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിലെ റോസ്റ്റിംഗ് എന്ന് വിളിക്കുക. എന്തായാലും കാൽസിനേഷൻ ആണെങ്കിലും അതേപോലെ റോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയാം, ഈ രണ്ടെണ്ണത്തിലും നമ്മൾ ഓറിനെ ഓക്സൈഡ് ഓറാക്കുകയാണ്. അപ്പോൾ ഇവിടെയും നമ്മളെ Y എന്ന പ്രോഡക്റ്റും ഇത് തന്നെയാണ്, ZnO എന്ന് പറയുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ, എക്സും വൈയും നമ്മൾ കിട്ടി. ZnO എന്ന് പറയുന്ന സിങ്ക് ഓക്സൈഡ് ആണ്. അതായത് ഒന്നാമത്തെ റിയാക്ഷനിൽ സിങ്ക് സിങ്കിന്റെ കാർബണേറ്റ് ഓർ ഓക്സൈഡ് ഓറായി. രണ്ടാമത്തേൽ സിങ്കിന്റെ സൾഫൈഡ് ഓർ ഓക്സൈഡ് ഓറായി. ഒന്നാമത്തെ കാർബണേറ്റ് ഓറിനെ കാൽസിനേഷൻ വഴിയാണ് ഓക്സൈഡ് ആക്കിയത്. രണ്ടാമത്തെ സൾഫൈഡ് ഓറിനെ റോസ്റ്റിംഗ് വഴിയാണ് ഓക്സൈഡ് ആക്കിയത്. ഹൗ ഡസ് കാൽസിനേഷൻ ഡിഫർ ഫ്രം റോസ്റ്റിംഗ്? നമുക്കറിയാം, പറഞ്ഞു അല്ലെ. എന്ന് പറഞ്ഞാല് കാൽസിനേഷനിൽ നമ്മൾ ഓറിനെ ഹീറ്റ് ചെയ്യുന്നത് ഇൻ ആബ്സെൻസ് ഓഫ് എയർ ആണ്. കാൽസിനേഷൻ ആബ്സെൻസ് ഓഫ് എയർ ആണ്. എന്നാൽ റോസ്റ്റിംഗിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് എയറിന്റെ പ്രസൻസിലാണ്. മക്കളെ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടില് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നു, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നു, കുന്തൻ റോസ്റ്റ് ഉണ്ടാക്കുന്നു. ഏതൊരു റോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആ പാത്രത്തിൽ ഇടയ്ക്കെടുക്കാൻ അതിനെ മൂടി ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോലെ. അതെ, അപ്പൊ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൂടി തുറക്കുന്നു ഇളക്കുന്നു എന്ന് പറയുമ്പോൾ എയറുമായി കോണ്ടാക്റ്റിൽ വരില്ലേ, എയറിന്റെ പ്രസൻസ് അവിടെ ഇല്ലേ. അപ്പൊ എയറിന്റെ പ്രസൻസിലാണ് റോസ്റ്റ് ഉണ്ടാക്കുക എന്ന് പഠിച്ചു വെക്കട്ടാ. എയറിന്റെ പ്രസൻസിലാണ് എന്തുണ്ടാക്കുക? റോസ്റ്റ് ഉണ്ടാക്കുക. അപ്പൊ റോസ്റ്റിംഗിലാണ് എയറിന്റെ പ്രസൻസിൽ നമ്മൾ ഓറിനെ ഹീറ്റ് ചെയ്യുന്നത്. നേരെ തിരിച്ച് കാൽസിനേഷനിൽ നമ്മൾ എയറിന്റെ ആബ്സെൻസിലാണ് ഓറിനെ ഹീറ്റ് ചെയ്യുന്നത്. അവിടെ കാൽസിനേഷൻ ആണെങ്കിൽ കാർബണേറ്റും ഹൈഡ്രോക്സൈഡും ഓറുകളെ ഓക്സൈഡ് ആക്കുകയാണ്. എങ്ങനെ? കാൽസിനേഷന്റെ തുടക്കത്തിനുണ്ട് CA കാൽസിനേഷൻ. അപ്പൊ കാർബണേറ്റ് ഓറുകളെ കാൽസിനേഷൻ വഴി ഓക്സൈഡ് ആക്കുന്നു. എന്നാൽ സൾഫൈഡ് ഓറുകളെ റോസ്റ്റിംഗ് വഴി, റോസ്റ്റിംഗിൽ ഒരു എസ് ലെറ്റർ ഉണ്ട്, കാൽസിനേഷനിൽ എസ് എന്ന ലെറ്റർ ഉണ്ടോ? ഇല്ല, റോസ്റ്റിംഗിൽ എസ് ഉണ്ട്. അപ്പൊ സൾഫൈഡ്, എസ് ഫോർ സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ഓറാക്കുന്ന മെത്തേഡ് ഏതാ? റോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ്, മറക്കണ്ട. അപ്പൊ കാൽസിനേഷൻ റോസ്റ്റിംഗ് ഡിഫറൻസ് നോക്കുക. ദെൻ അടുത്ത ചോദ്യം, അലുമിനിയം ഇസ് മാനുഫാക്ചർഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് അലുമിനിയെ ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അലുമിനിയം എന്ന മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുള്ളത്, പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. അഡീഷൻ ഓഫ് ക്രയോലൈറ്റ്, ഇവിടെ നമ്മൾ അലുമിനിയെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ അലുമിനിയയിലേക്ക്, മക്കൾ അലുമിനിയം ഓക്സൈഡ് ആണ്, Al2O3 ആണ്. Al2O3 എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിന്റെ ഓക്സൈഡ് ആണ്. അലുമിനിയം ഓക്സൈഡിനെ റിഡക്ഷൻ നടത്തി ഓക്സിജനെ ഒഴിവാക്കാനാണ് നമ്മൾ ഇലക്ട്രോളിസിസ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജന്റ് അല്ലെ, ഇലക്ട്രിസിറ്റി എന്ന റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആണ് ഇത് ഇലക്ട്രിസിറ്റി. അപ്പോ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആണ് അലുമിനിയം അല്ലെ. റിയാക്റ്റീവ് സീരീസിൽ ആദ്യത്തെ 5-6 ആൾക്കാർ എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആണ്.
അപ്പൊ അതില് ആദ്യത്തെ 5 പെട്ടതാണ്, 5ാമത്തെ ആളാണ് അലുമിനിയം എന്ന് പറയുന്ന മെറ്റൽ. അപ്പൊ അലുമിനിയം എന്ന മെറ്റലിനെ അതിന്റെ ഓക്സൈഡിനെ റിഡക്ഷൻ നടത്തണമെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു. അതാണ് നമ്മൾ ചെയ്ത മക്കളെ. അലുമിന എന്ന് പറഞ്ഞ ഏതാണ്? Al2O3 ആണ്. അലുമിനിയം ഓക്സൈഡ് ആണ് എന്ത്? അലുമിന. ഈ അലുമിനയിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് അഥവാ അലുമിനയെ ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ് നമ്മൾ അതിൽ നിന്നും ഈ ഓക്സിജനെ ഒഴിവാക്കിയിട്ട് റിഡക്ഷൻ നടത്തി ഓക്സിജൻ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ അലുമിനിയം അങ്ങോട്ട് വേർതിരിച്ചെടുക്കുക. അതവിടെ പറയണത്. പക്ഷേ നിങ്ങൾ അലുമിനയെ മാത്രമല്ലല്ലോ, അതായത് അലുമിന മാത്രം എടുത്തിട്ടല്ലല്ലോ നിങ്ങൾ കറണ്ട് കടത്തി വിട്ടത്. നിങ്ങൾ അതിന്റെ കൂടെ കുറച്ച് ക്രയോലൈറ്റ് ചേർത്തില്ലേ? എന്താ ക്രയോലൈറ്റ് മക്കളെ? അലുമിനിയത്തിന്റെ മറ്റൊരു മിനറൽ ആണെന്ത്? ക്രയോലൈറ്റ്. മിനറൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു കോമ്പൗണ്ട് അല്ലെ? അലുമിനിയം എന്ന് പറഞ്ഞ മെറ്റലിന്റെ മറ്റൊരു കോമ്പൗണ്ട്, മെറ്റാലിക് കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മിനറൽസ് എന്ന് വിളിക്കുക. അലുമിനിയത്തിന്റെ ഒരു മിനറലാണ് ക്രയോലൈറ്റ്. അലുമിനിയത്തിന്റെ മറ്റൊരു മിനറലാണ് ബോക്സൈറ്റ്. ആ ബോക്സൈറ്റ് എന്ന മിനറലെയാണ് നമ്മൾ എന്തായി സെലക്ട് ചെയ്തിട്ടുള്ളത്? അലുമിനിയത്തിന്റെ ഓറായി സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അലുമിനിയത്തിന്റെ മിനറലായ ക്രയോലൈറ്റുകൾ എന്തിനാണ് അലുമിനയെ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ചേർക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. മക്കളെ 2 പോയിന്റുകളാണ്. ഒന്ന്, ഈ അലുമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. അലുമിന അങ്ങോട്ട് ഉരുകി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നല്ല ടെമ്പറേച്ചർ കൊടുക്കണം. അപ്പൊ ഒന്നാമത്തത്, അലുമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറക്കാൻ, ടു റെഡ്യൂസ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലുമിന. ടു റെഡ്യൂസ് 2 പോയിന്റ് ആണ്. ടു റെഡ്യൂസ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലുമിന, അലുമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറക്കാൻ. 2, നമ്മൾ ഈ അലുമിനയിലൂടെ അല്ലേ കറണ്ട് കടത്തി വിടുന്നത്. അപ്പൊ അലുമിനയിലൂടെ വേഗം കറണ്ട് കടന്നു പോയാലേ ഈ അലുമിന അയോണുകളായി വേർപിരിഞ്ഞ് നമുക്ക് ആനോഡിലും കാഥോഡിലും പ്രോഡക്റ്റുകൾ കിട്ടുള്ളൂ. അപ്പൊ അലുമിനയിലൂടെ വേഗം കറണ്ട് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അലുമിനയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടണം. എന്ത് കൂട്ടണം? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടണം. അപ്പൊ 2 പോയിന്റ്, ഒന്ന് കുറക്കാണ്, ഒന്ന് കൂട്ടാണ്. എന്താ മക്കളെ കുറക്കുന്നത്? അലുമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യാൻ. എന്താ മക്കളെ കൂട്ടുന്നത്? അലുമിനയുടെ എന്താ കൂട്ടുന്നത്? എന്താണ്? അലുമിനയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ് കൂട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 2 പോയിന്റുകൾ, അലുമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യാനും അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാനും വേണ്ടി. വിച്ച് അയോൺസ് ആർ പ്രസന്റ് ഇൻ അലുമിന? ചോദ്യം, അലുമിന Al2O3 ഏതൊക്കെ അയോണുകൾ ഉണ്ട് മക്കളെ? അലുമിനിയത്തിന്റെയും ഓക്സിജന്റെയും ചാർജ് നിങ്ങൾക്ക് അറിയില്ലേ? അലുമിനിയത്തിന്റെ ചാർജ് 3+ ആണ്. അപ്പൊ അലുമിനയിലുള്ള ഒരു അയോൺ ഏതാ? Al3+. രണ്ടാമത്തെ ഓക്സിജൻ അല്ലേ? ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ പഠിച്ചില്ലേ മക്കളെ? 2-. അപ്പൊ അലുമിനയിലുള്ള അയോണുകൾ ഏതൊക്കെയാണ്? Al3+ അയോണുകളും O2- അയോണുകളും. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിഡക്ഷൻ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. മക്കളെ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആരാടാ? കാഥോഡ് അല്ലെ? നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാണ്? റിഡക്ഷൻ. ആനോഡ് എന്ന് പറഞ്ഞ് മറന്നിട്ടില്ലേ നിങ്ങള്? ആനോഡിലാണ് ഓഡൽ ഓക്സിഡേഷൻ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യൽ, വിട്ടുകൊടുക്കൽ ശക്തി കൂടിയ ആളാണ് ആനോഡ്. ഈ ബന്ധം ഒരിക്കലും മറക്കരുത്. ആന ശക്തി കൂടിയ ജീവിയാണ്. അപ്പൊ ഹൈലി റിയാക്റ്റീവ് ആളാണ് ആനോഡായി ആക്ട് ചെയ്യുക. ആനോഡിൽ എന്താ നടക്കുക? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് എന്താണ്? ഇലക്ട്രോൺ ഓടിപ്പോവുക, മീൻസ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക. നേരെ തിരിച്ച് കാഥോഡാണ് നെഗറ്റീവ്, അവിടെ നടക്കുന്ന റിഡക്ഷൻ ആണ്. അപ്പൊ ഈ കാഥോഡിൽ നടക്കുന്ന റിഡക്ഷന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു മക്കളെ. കാഥോഡ് നെഗറ്റീവ് അല്ലേ? അപ്പൊ നെഗറ്റീവ് ആയ കാഥോഡ് ആരാ പോവുക? പോസിറ്റീവായ ചാർജ് ഉള്ളവര് അല്ലെ? Al3+ അയോണുകൾ, പോസിറ്റീവ് ചാർജ് ഉള്ള Al3+ അയോണുകൾ കാഥോഡിലേക്ക് പോവാണ്. കാഥോഡിൽ എന്താ നടക്കുക? റിഡക്ഷൻ ഫോർ റിസീവിങ്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ലെറ്റർ RE അല്ലേ? റിസീവിങ്, ഇലക്ട്രോണിനെ റിസീവ് ചെയ്യട്ടോ. എത്രയാണ് ചാർജ്? 3+ അല്ലേ? അപ്പൊ അവർ 3 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും, റിസീവ് ചെയ്യും. അങ്ങനെ അലുമിനിയം ആയിട്ട് മാറും. അലുമിനിയം എന്ന മെറ്റൽ നമുക്ക് കാഥോഡിൽ കിട്ടുകയാണ് മക്കളെ. ഇവിടെ അലുമിനിയം ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ കാഥോഡും ആനോഡും ഏതാണെന്ന് പഠിച്ചു വെക്കണേ. ആനോഡ് ഇതിലിങ്ങനെ തൂക്കിയിട്ടിട്ടുള്ള കാർബൺ റോഡുകൾ ഉണ്ട്. കാർബൺ റോഡുകളാണ് വലിയ വലിയ ബ്ലോക്കുകൾ, കാർബണിന്റെ വലിയ വലിയ കട്ടകൾ. ഓക്കെ, ആ കാർബൺ റോഡുകളാണ് ആനോഡ്. എന്നാൽ ഇത് എടുത്തിട്ടുള്ള വലിയ സ്റ്റീലിന്റെ ടാങ്ക് ഇല്ലേ? ആ ടാങ്കിന്റെ ഉള്ളിൽ എന്തിന്റെ കോട്ടിംഗ് ഉണ്ട്? എന്തിന്റെ ലൈനിങ് ഉണ്ട്? കാർബണിന്റെ ലൈനിങ് ഉണ്ട്. ആ കാർബണിന്റെ ലൈനിങ് ആണ് കാഥോഡ്. അപ്പൊ ആനോഡും കാഥോഡും ചോദിച്ചാൽ രണ്ടും കാർബൺ തന്നെയാണ്. പക്ഷെ കാർബൺ എന്ന് മാത്രം എഴുതി വെക്കരുത്. ആനോഡ് ചോദിച്ചാൽ കാർബൺ റോഡാണ്, കാഥോഡ് ചോദിച്ചാൽ കാർബൺ ലൈനിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കാഥോഡിൽ നടക്കുന്ന റിഡക്ഷന്റെ ഇക്വേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, അയൺ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഹേമറ്റൈറ്റ് യൂസിങ് എ ബ്ലാസ്റ്റ് ഫർണസ്. ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന ഓറിൽ നിന്നാണ്
അയൺ എന്ന് പറയുന്ന മെറ്റൽ നമ്മൾ വേർതിരിച്ചെടുക്കാറുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വലിയ ഫർണസിന്റെ, വലിയ ചൂളയുടെ അടുപ്പിന്റെ പേരാണ് ബ്ലാസ്റ്റ് ഫർണസ് അല്ലെ. ബ്ലാസ്റ്റ് ഫർണസ് ആണ് വലിയൊരു ചൂളയാണ്, വലിയൊരു അടുപ്പാണ്. അതിലേക്കാണ് നമ്മൾ ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന അയണിന്റെ ഓർ ചേർത്തിട്ട് അതിൽ നിന്നും അയൺ എന്ന മെറ്റൽ വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, വിച്ച് കോമ്പൗണ്ട് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്? മക്കളെ, ബ്ലാസ്റ്റ് ഫർണസിൽ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? മക്കളെ, ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ ചേർത്തത് ഹേമറ്റൈറ്റ് അല്ലേ? നോക്കൂ, ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe2O3 ആണല്ലേ. എന്താണ്? Fe2O3 ആണ്. ഈ Fe2O3 എന്ന് പറയുന്നതിൽ ഈ ഓക്സിജനെ റിമൂവ് ചെയ്യാൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ റിഡക്ഷൻ നടത്തുന്നത് അല്ലെ. റെഡ്യൂസിങ് ഏജന്റ് അഥവാ റിഡക്ഷൻ നടത്തുന്നത്. റിഡക്ഷൻ നടത്താൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഏതാണ് റെഡ്യൂസിങ് ഏജന്റ് എന്നാണ് ചോദ്യം. മക്കളെ, ഇവിടെ നമ്മൾ ഹേമറ്റൈറ്റിന്റെ കൂടെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർത്ത ഒരാളായിരുന്നു കോക്ക്. കോക്ക് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ ഒരു അലോട്രോപ്പാണ്. കാർബണിന്റെ ഒരു രൂപാന്തരണം, ഒരു രൂപമാണ്, ഒരു വ്യത്യസ്തമായ രൂപമാണ് ഏത്? കോക്ക് എന്ന് പറഞ്ഞ, കാർബൺ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, എന്തിനായിരുന്നു നമ്മൾ ഫർണസിലേക്ക് കോക്ക് ചേർത്തത്? ഫർണസിലേക്ക് നമ്മൾ കോക്ക് ചേർത്താൽ ആ ഫർണസിലെ ഉയർന്ന ഹീറ്റ് കാരണം ഈ കോക്ക് എന്തായി മാറും? കാർബൺ മോണോക്സൈഡായി മാറും. അല്ലെ, കോക്ക് എന്തായി മാറും? കാർബൺ മോണോക്സൈഡായി മാറും. ഈ കാർബൺ മോണോക്സൈഡ് ആണ് ഹേമറ്റൈറ്റിനെ റിഡക്ഷൻ നടത്താൻ സഹായിക്കുന്നത്. ഹേമറ്റൈറ്റിനെ റിഡക്ഷൻ നടത്തി എന്ന് പറഞ്ഞാൽ അതിന് ഓക്സിജൻ വേർതിരിച്ച് നമുക്ക് അയേണിനെ വേർതിരിച്ച് തരുന്നത് ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോ ഫർണസിലേക്ക് എന്തിനാ കോക്ക് ചേർക്കുന്നത്? റെഡ്യൂസിങ് ഏജന്റ് ആയ കാർബൺ മോണോക്സൈഡ് കിട്ടാൻ. ആ കാർബൺ മോണോക്സൈഡ് ആണ് ഇവിടെ എന്തായി ആക്ട് ചെയ്യുന്നത്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. കാൽസ്യം കാർബണേറ്റ് പ്ലസ് ഹീറ്റ്. നമ്മളെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് കാൽസ്യം കാർബണേറ്റ് ചേർത്തു. എന്താ കാൽസ്യം കാർബണേറ്റ്? ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞ സാധനം, ചുണ്ണാമ്പുകല്ല്, ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞ സാധനം. മക്കളെ, ഈ ലൈം സ്റ്റോണിനെ നമ്മൾ ഫർണസിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഫർണസിലെ ഉയർന്ന ടെമ്പറേച്ചർ കാരണം ഈ ലൈം സ്റ്റോൺ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്തായി മാറും? CaO, കാൽസ്യം ഓക്സൈഡ് ആയി മാറും. എന്തായി മാറും? കാൽസ്യം ഓക്സൈഡ് ആയി മാറും. എന്തിനാ നമുക്ക് അയേണിന്റെ പ്രൊഡക്ഷനിൽ കാൽസ്യം ഓക്സൈഡിന്റെ ജോലി എന്താ? മക്കളെ, കാൽസ്യം ഓക്സൈഡ് ആണ് ഇവിടെ ഫ്ലെക്സ് ആയി ആക്ട് ചെയ്യുന്നത്. എന്തായിട്ട്? ഫ്ലെക്സ് ആയി. ആരാണ് ഫ്ലെക്സ്? അതായത് ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ, ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന സബ്സ്റ്റൻസുകളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫ്ലെക്സ് എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഈ ഫർണസിലേക്ക് എന്തിനാ ലൈം സ്റ്റോൺ ആഡ് ചെയ്യുന്നത്? ഫോർ ദ ഫോർമേഷൻ ഓഫ് കാൽസ്യം ഓക്സൈഡ്. ഫോർ ദ ഫോർമേഷൻ ഓഫ് കാൽസ്യം ഓക്സൈഡ് വിച്ച് ആക്ട് ആസ് ഫ്ലെക്സ്. ഓക്കെ, ഈ കാൽസ്യം ഓക്സൈഡ് ആണ് ഫ്ലെക്സ് ആയി പ്രവർത്തിച്ചുകൊണ്ട് സിലിക്കൺ ഡൈ ഓക്സൈഡ്, ഇതിനെയാണ് നമ്മൾ സിലിക്ക എന്ന് വിളിക്കുക. സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ത് വിളിക്കുക? സിലിക്ക എന്ന് വിളിക്കുക. സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് ഹേമറ്റൈറ്റിലുള്ള ഗ്യാങ്. മക്കളെ, ഹേമറ്റൈറ്റിലുള്ള ഗ്യാങ് ഏതാടാ? സിലിക്ക. അതിന്റെ കെമിക്കൽ ഫോർമുല സിലിക്കൺ ഡൈ ഓക്സൈഡ് SiO2. അപ്പോ സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഈ സ്റ്റെപ്പിൽ ഉണ്ടായ ലൈം സ്റ്റോണിൽ നിന്നുണ്ടായ കാൽസ്യം ഓക്സൈഡ് ഇവിടെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ കാൽസ്യം ഓക്സൈഡ് എന്ന ഫ്ലെക്സും സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്യാങ്ങും കൂടി ചേർന്ന് സ്ലാഗ് ഉണ്ടാവുക ചെയ്യുക. എന്താ ഉണ്ടാവുക? സ്ലാഗ് ആണ്. ഇവിടെ ഉണ്ടാകുന്ന സ്ലാഗ് ഏതാണ്? ഇവിടെ ഒരു CA ഇല്ലേ? ഞാൻ ഒരു CA ഇവിടെ എഴുതിട്ടോ. ഇവിടെ ഒരു SI ഇല്ലേ? SiO2 SI ഇല്ലേ? ആ SI ഞാൻ എഴുതി. ഇവിടെ ഒരു ഓയും ഇവിടെ 2 ഓയില്ലേ മക്കളെ? 3 കൂടി ചേർത്ത് CaSiO3. ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന സ്ലാഗ്. ഇതിന്റെ പേരെന്താ? കാൽസ്യം സിലിക്കേറ്റ്. നമുക്കുള്ള പേര് കാൽസ്യം സിലിക്കേറ്റ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് A ഇൻ ദിസ് റിയാക്ഷൻ? ഇതല്ലേ A? കാൽസ്യം ഓക്സൈഡ് അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞു. എന്താ മക്കളെ? ഇറ്റ് ആക്ട് ആസ് ഫ്ലെക്സ്. എന്താ ഫ്ലെക്സിന്റെ പണി? വിച്ച് ഹെൽപ്പ് ടു റിമൂവ് ഗ്യാങ് ഫ്രം ഓർ. ഓറിൽ നിന്നും ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ആളാണ്. ഇവിടെ ഏതാ മക്കളെ ഗ്യാങ്? ഹേമറ്റൈറ്റിലുള്ള ഗ്യാങ് ഏതാണ്? സിലിക്ക അല്ലെങ്കിൽ സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാട്ടോ. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസിന്റെ ഭാഗത്തു നിന്നൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ഈ ലെവലിലുള്ള ഒരു ചോദ്യം വരാറുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ, തെറ്റിക്കരുത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവല്ലേ. കലാമിൻ ആൻഡ് സിങ്ക് ബ്ലെൻഡ് ആർ ദ ഓർസ് ഓഫ് സിങ്ക്. സിങ്കിന്റെ 2 ഓറുകളാണ്. ഒന്ന് കലാമിൻ അല്ലെ, സിങ്കിന്റെ കാർബണേറ്റ് ഓറാണ് എന്ത്? കലാമിൻ, കാർബണേറ്റ് CO3. അതുപോലെ സിങ്ക് ബ്ലെൻഡ് നേരത്തെ പറഞ്ഞു അല്ലെ, സൾഫൈഡ് ഓറാണ്. സിങ്കിന്റെ സൾഫൈഡ് ഓറാണ് സിങ്ക് ബ്ലെൻഡ്. ഓക്കെ, എന്താ ചോദ്യം? വിച്ച് ഓഫ് ദം ക്യാൻ ബി കൺവേർട്ടഡ് ടു സിങ്ക് ഓക്സൈഡ് ബൈ കാൽസിനേഷൻ? മക്കളെ, കാൽസിനേഷൻ. എന്ത് പറഞ്ഞത്?
കാർബണേറ്റ് ഓറുകളെ. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ കാർബണേറ്റ് ഓറുകളെയും ഹൈഡ്രോക്സൈഡ് ഓറുകളെയും. മക്കൾ ഇവിടെ നോക്കി നിങ്ങള്, ഈ കാർബണേറ്റ് ഓർ ഇതിൽ ഏതാ? CO3 അവസാനിക്കുന്ന ആളല്ലേ? അതാരാ? കലാമിൻ അല്ലേ? അപ്പൊ എന്താ ചോദ്യം നമ്മോട്? ഈ കലാമിൻ ഉണ്ട്, സിങ്ക് ബ്ലെൻഡ് ഉണ്ട്. ഈ രണ്ട് ഓറുകളിൽ ഏത് ഓറിനെയാണ് നമ്മള് കാൽസിനേഷൻ വഴി സിങ്ക് ഓക്സൈഡ് ആക്കുക? കാൽസിനേഷൻ ഫോർ കാർബണേറ്റ്. ആൻസർ കലാമിൻ. കലാമിനാണ് സിങ്കിന്റെ കാർബണേറ്റ് ഓർ. അടുത്ത് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദിസ് പ്രോസസ്. തൊട്ട് മുമ്പ് പറഞ്ഞു അല്ലേ? തൊട്ട് മുമ്പ് ചോദ്യത്തിൽ തന്നെ ഈ ഇക്വേഷൻ ആണ് കൃത്യമായി കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തല്ലോ. എന്ത് ചെയ്താ? ZnCO3 കലാമിൻ. കലാമിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, അപ്പൊ സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതാണ് അവിടെയുള്ള കാൽസിനേഷൻ. ആ ചോദ്യം തന്നെ ഇവിടെ ചോദിച്ചു അല്ലെ? എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞ ZnCO3 കാൽസിനേഷൻ ആണ്, എയറിന്റെ ആബ്സെൻസ് ആണ്. അപ്പൊ ഓക്സിജൻ ഉണ്ടാവില്ലല്ലോ, ഇല്ല. ഹീറ്റ് gives ZnO പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് ഇവിടുത്തെ ഈ പ്രോസസ്സിന്റെ ഇക്വേഷൻ. കാൽസിനേഷൻ റോസ്റ്റിംഗ് മാറിപ്പോരുത്. എയറിന്റെ ആബ്സെൻസും അതേപോലെ എയറിന്റെ പ്രസൻസും. റോസ്റ്റിംഗ് ആണ്, എയറിന്റെ പ്രസൻസ് മറക്കരുത്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ റെഡ്യൂസിംഗ് ഏജന്റ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അലുമിനിയം. അലുമിനിയത്തിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സാധനമാണ് അല്ലെ? അലുമിനിയത്തിൽ റെഡ്യൂസിങ്. അതുകൊണ്ടല്ലേ മക്കളെ നമ്മൾ അലുമിനയിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടത്? തൊട്ട് മുമ്പ് നമ്മൾ ചോദിച്ചില്ലേ, എന്തിനാണ് നിങ്ങൾ അലുമിനയിലൂടെ ഇലക്ട്രോളിസിസ് അലുമിനൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ക്രയോലൈറ്റ് ചേർത്തു എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലെ? അവിടെ പറഞ്ഞു അലുമിനയിലൂടെ നമ്മൾ കറണ്ട് കടത്തിവിടുകയാണ്, ഇലക്ട്രോളിസിസ് ഓഫ് അലുമിന അല്ലെ? എന്തിനാ അലുമിനയുടെ കറണ്ട് കടത്തിവിട്ടത്? കാരണം അലുമിനയുടെ റെഡ്യൂസിങ് ഏജന്റ്, അലുമിനയിൽ നിന്നും ഈ ഓക്സിജനെ ഒഴിവാക്കാനുള്ള റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? ഇലക്ട്രിസിറ്റി ആണ് അല്ലെ? അപ്പൊ ഇവിടെ ചോദിക്കണം അതേ ചോദ്യം അവിടെ ചോദിച്ചത്. എന്ത്? ഏതാണ് അലുമിനിയത്തിന്റെ പ്രൊഡക്ഷനിൽ റെഡ്യൂസിങ് ഏജന്റ്? കാരണം അലുമിനിയം ഹൈലി റിയാക്റ്റീവ് മെറ്റൽ അല്ലേ? ഹൈലി റിയാക്റ്റീവ് മെറ്റലിൽ അതിൽ നിന്നും ഓക്സിജനെ ഒഴിവാക്കാൻ അഥവാ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് അടങ്ങുന്ന ഓറുകളെ അതിനെ റിഡക്ഷൻ നടത്താൻ നമ്മൾ ഏതാ ഉപയോഗിക്കുക? അവിടെ സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആയ ഇലക്ട്രിസിറ്റി തന്നെ ഉപയോഗിക്കണം അല്ലെ? അവിടെ ഈ ആദ്യത്തെ 5 ആൾക്കാരെ, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, ഈ 5 ആൾക്കാരെ അവരെ ഒരിക്കലും നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലാതെ വേറെ ഒന്നും ഉപയോഗിച്ചുകൊണ്ടും അവരെ നമ്മൾ എന്ത് ചെയ്യാറില്ല? അവരെ നമ്മൾ റിഡക്ഷൻ നടത്താറില്ല. ഓക്കെ. എന്നാൽ റിയാക്റ്റീവ് കുറഞ്ഞ ആൾക്കാരെ നമുക്ക് കോക്ക് ഉപയോഗിച്ചോ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചോ റിഡക്ഷൻ നടത്താം. വൈ ഈസ് ക്രയോലൈറ്റ് ആഡഡ് ടു അലുമിന? ഓൾറെഡി നമ്മൾ പറഞ്ഞു മക്കളെ, 2 പോയിന്റുകളാണ്. എന്തിനാണ് അലുമിനയിലൂടെ കറണ്ട് കടത്തിവിടുന്ന നേരത്ത്, അലുമിനയെ ഇലക്ട്രോളിസ് നടത്തുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് ക്രയോലൈറ്റും കൂടി ചേർക്കണം? എന്തിനാ? 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഒന്ന് എന്ത്? to reduce the melting point of alumina. 2, to increase the electrical conductivity. To increase electrical conductivity. To decrease or to reduce the melting point of alumina. Okay ആണല്ലോ? Then അടുത്ത ചോദ്യം. Iron is a very useful metal. ആയിക്കോട്ടെ, അയൺ വളരെ ഉപകാരമുള്ള മെറ്റലാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. Why is limestone added along with the ore to blast furnace? ഓൾറെഡി അതും നമ്മൾ പറഞ്ഞു അല്ലെ? എന്തിനാണ് ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ ഹേമറ്റൈറ്റിന്റെ കൂടെ ലൈംസ്റ്റോണും അതേപോലെ തന്നെ കോക്കും ചേർക്കുന്നില്ലേ? എന്തിനാ ചേർക്കണത്? ഓൾറെഡി പറഞ്ഞു മക്കളെ. ഈ ലൈംസ്റ്റോൺ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ഫർണസിലെ ഹീറ്റ് കാരണം ലൈംസ്റ്റോൺ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാൽസ്യം ഓക്സൈഡ് എന്ന ഫ്ലക്സ് ഉണ്ടാവുകയാണ് അല്ലെ? സോ എന്തിനാ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് കാൽസ്യം ഓക്സൈഡ് വിച്ച് ആക്ട് ആസ് ഫ്ലക്സ് അല്ലെ? മക്കളെ, നമ്മൾ ഈ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന മിക്സറിന് എന്താ വിളിക്കുക? അതായത് ഓറും ലൈംസ്റ്റോണും കോക്കും ചേർന്ന മിക്സറിന് എന്താ വിളിക്കുക? അതിനെയാണ് നമ്മൾ ചാർജ് എന്ന് വിളിക്കുക അല്ലെ? പുതിയ ടെക്സ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള പുതിയ ടേം ആണ് ചാർജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് ഹേമറ്റൈറ്റ്, ലൈംസ്റ്റോൺ ആൻഡ് കോക്ക്. മാർക്ക് ചെയ്ത് കേട്ടോ. വിച്ച് ഈസ് എ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു റെഡ്യൂസ് അയൺ ഓർ? അതും നമ്മൾ പറഞ്ഞു അല്ലെ? അതായത് റെഡ്യൂസിങ് ഏജന്റായി ബ്ലാസ്റ്റ് ഫർണസിൽ റെഡ്യൂസിങ് ഏജന്റായി ആക്ട് ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ആ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാൻ വേണ്ടിയാണ് ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ ആരെ ചേർത്തത്? കാർബൺ മോണോക്സൈഡ് കിട്ടാൻ, കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജന്റ് കിട്ടാൻ വേണ്ടിയാണ് ഫർണസിലേക്ക് ആരെ ചേർത്തത്? കോക്ക് ചേർത്തത് അല്ലെ? അപ്പൊ കോക്ക് അല്ല കേട്ടോ റെഡ്യൂസിങ് ഏജന്റ് പോയാൽ അവിടെ കോക്ക് എന്ന് എഴുതി വെക്കരുത്. കോക്ക് നമ്മൾ ഫർണസിലേക്ക് ആഡ് ചെയ്തത്, ആ കോക്ക് നേരെ റെഡ്യൂസിങ് ഏജന്റായി ആക്ട് ചെയ്യണോ? അല്ല, കോക്കിൽ നിന്നും എന്തുണ്ടാകും? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ആ കോക്കിൽ നിന്നും ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് ആണ് റെഡ്യൂസിങ് ഏജന്റ്. ചില ആൾക്കാർ പരീക്ഷയ്ക്ക് തെറ്റിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ പോയിട്ട് നമ്മൾ ഫർണസിൽ കോക്ക് ചേർക്കണില്ലേ, കോക്ക് റെഡ്യൂസിങ് ഏജന്റ് അല്ലേ, കിടന്നോട്ടെ കോക്ക് എന്ന് എഴുതും. അവിടെ കോക്ക് അല്ല റെഡ്യൂസിങ് ഏജന്റായി ആക്ട് ചെയ്യുന്നത്, കോക്കിൽ നിന്നും ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് ആണ്. മറക്കരുത് കേട്ടോ. റൈറ്റ് ദ നെയിം ഓഫ് അയൺ ഒബ്റ്റൈൻഡ് ഫ്രം ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസ് നിന്നും കിട്ടുന്ന മോൾട്ടൻ സ്റ്റേറ്റിലുള്ള ഉരുകിയ രൂപത്തിലുള്ള അയണിന്റെ പേരെന്താ മക്കളെ? പിഗ് അയൺ.
പിഗ് അയണിൽ നിന്നും ഇമ്പ്യൂരിറ്റീസ് കുറച്ച് അഥവാ ആവശ്യമില്ലാത്ത ബാക്കിയുള്ള ആൾക്കാരെ കുറച്ച് നമുക്ക് മറ്റു ഷേപ്പിലേക്കൊക്കെ മാറ്റാൻ പറ്റിയ അയൺ ഏതാണ്? അതാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. റിലേറ്റീവ്ലി പ്യുവർ ആയിട്ടുള്ള പ്യുവറസ്റ്റ് ഫോം ഓഫ് അയൺ ഏതാണ്? റോട്ട് അയൺ കേട്ടോ. 3 അയൺ പറയുന്നത് നമ്മള് ഫർണസ് നിന്ന് കിട്ടുന്ന പിഗ് അയൺ, അതിന് ഇമ്പ്യൂരിറ്റീസിന് കാർബണിന്റെ അളവ് കുറച്ച് കൊണ്ടുവന്നാൽ അതെന്തായി മാറി? കാസ്റ്റ് അയൺ. വീണ്ടും അതിൽ പരമാവധി ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കി കിട്ടുന്ന നല്ല അയൺ വിളിക്കുന്ന പേരെന്താണ്? റോട്ട് അയൺ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക്. വിച്ച് മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ഈസ് യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ? 2 സിറ്റുവേഷൻസ് ഇവിടെ തരികയാണ്. ഓറിന്റെയും ഗ്യാങ്ങിന്റെയും സ്വഭാവം പറയണം. നമ്മൾ ഫസ്റ്റ് മാച്ച് ദ ഫോളോയിങ് ചെയ്തില്ലേ, അതേപോലുള്ള ചോദ്യം കേട്ടോ. ദ ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് മോർ. ഓറിന്റെ കനം കൂടുതൽ, ഡെൻസിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കണം കേട്ടോ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഹെവിയർ, ഡെൻസിറ്റി ഈസ് മോർ എന്ന് പറഞ്ഞാൽ ഹെവിയർ, കനം കൂടുതൽ എന്നർത്ഥം. ചില ഭാഗത്ത് മോർ ഹെവിയർ എന്ന് പറയും, ചില ഭാഗത്ത് മോർ ഡെൻസിറ്റി എന്ന് പറയും അല്ലെ. ഡെൻസിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഹെവിയർ, കനം കൂടിയ ആൾക്കാർ താന്ന് കിടക്കൂലേ, അപ്പൊ നമുക്ക് ലെവിഗേഷൻ നടത്തിയാൽ പോരെ. അതായത് ഓര് താഴ്ന്നു കിടക്കും കനം കൂടുതലായതുകൊണ്ട്. ആര് പൊങ്ങിക്കിടക്കും? ലൈറ്റർ ആയിട്ടുള്ള ഡെൻസിറ്റി കുറഞ്ഞ ഗ്യാങ് പൊങ്ങിക്കിടക്കുകയും അത് ഈ വാട്ടർ കറന്റിന്റെ കൂടെ അങ്ങോട്ട് ഒലിച്ചു പോകും. അപ്പൊ ഏതാ മെത്തേഡ്? ലെവിഗേഷൻ അല്ലെ. ദ ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് ലെസ്. നേരെ തിരിച്ച്, ഓറിന്റെ കനം കുറവ്, ഗ്യാങ്ങിന്റെ കനം കൂടുതൽ. ലെവിഗേഷൻ ആണോ? അല്ല. ലെവിഗേഷന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ഏതാ മക്കളെ? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. നമുക്ക് ഈ ചാപ്റ്റർ അങ്ങനെ വായിച്ച് പഠിച്ചാൽ ഒരു തെറ്റും കൂടാതെ ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായി നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കാണണം കേട്ടോ. ലെവിഗേഷൻ എന്ന് പറയുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് അല്ലെ, വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. ഹൈഡ്രോളിക് വാഷിംഗ് എന്നാണല്ലോ പേര്. വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ കനം കുറഞ്ഞ ഗ്യാങ് ആണെങ്കിൽ ആ കനം കുറഞ്ഞ ഗ്യാങ് മുകളിൽ പൊങ്ങിക്കിടക്കുകയും ഒഴുകുന്ന ഈ വാട്ടർ കറന്റിന്റെ കൂടെ ഗ്യാങ് അങ്ങോട്ട് പോവും, ഒഴിവാവും എന്ന് നമ്മൾ ഓർമ്മയിൽ കണ്ടുപഠിച്ചാൽ എളുപ്പത്തിൽ നമ്മളെ ഓർമ്മയിൽ നിൽക്കൂട്ടോ. ദെൻ അടുത്ത ചോദ്യം. വാട്ട് ആർ അലോയ്സ്? എന്താ മക്കളെ അലോയ്സ് എന്ന് പറഞ്ഞാൽ? അലോയ് എന്ന് വിളിക്കുന്നത് എന്തെയാണ്? ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് 2 or more മെറ്റൽസ്. 2 അതിൽ കൂടുതലോ മെറ്റൽസിന്റെ മിക്സറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അലോയ് എന്ന് വിളിക്കാറുള്ളത്. റൈറ്റ് ദ കമ്പോണൻസ് ഓഫ് അലോയ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ. മക്കളെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്ന സ്റ്റീലിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? ആദ്യം ഓർക്കുക, സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് 2 ആൾക്കാർ അല്ലെ. നമ്മൾ അയേണ്ട ഭാഗത്തല്ലേ മക്കളെ സ്റ്റീൽ പഠിക്കുന്നത്. അപ്പൊ സ്റ്റീലിൽ എന്തായാലും അയൺ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ സ്റ്റീലിനെ തന്നെ അതിലുള്ള എന്തിന്റെ പേഴ്സൻറ്റേജ് നോക്കിയിട്ടാണ് 3ആയി തിരിച്ചത്? ഇപ്പൊ മൈൽഡ് സ്റ്റീല്, മീഡിയം സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അതിലുള്ള കാർബണിന്റെ കണ്ടന്റ് എത്രയുണ്ട് നോക്കിയിട്ടാണ്. അപ്പൊ എല്ലാ സ്റ്റീലിലും എന്തുണ്ടാവും? അയേൺ ചേർന്ന സാധനമാണ് സ്റ്റീല്. സ്റ്റീലിൽ കാർബണിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പോ എല്ലാ സ്റ്റീലിലും എന്തുണ്ടാകും? അയേണും കാർബണും ഉണ്ടാവും. ഓക്കെ. അയേണും കാർബണും കൂടാതെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ സ്റ്റെയിൻലെസ് എന്ന വാക്കിനർത്ഥം മക്കളെ, സ്റ്റെയിൻലെസ് എന്ന വാക്കിനർത്ഥം എന്താ? തുരുമ്പിടിക്കാത്ത. തുരുമ്പിടിക്കാത്ത. ഇവിടെയാണ് ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ പറയുമ്പോഴാണ് തുരുമ്പിടിക്കാത്ത നിക്കറിന്റെ കാര്യം പറയാറുള്ളത് അല്ലെ. തുരുമ്പ് പിടിക്കാത്ത നിക്കർ. എന്താണ് തുരുമ്പ് പിടിക്കാത്ത നിക്കർ? അതായത് തുരുമ്പ് പിടിക്കാത്ത നിക്കർ, ഈ നിക്കർ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നിക്കർ ഇപ്പൊ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്താ കാരണം? ആരെങ്കിലും ബ്ലേഡ് കൊണ്ട് നമ്മളെ നിക്കർ കേടെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ഏതെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് നമ്മളെ നിക്കർ കേടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ നിക്കർ എന്ത് ചെയ്യുന്നു? ആ നിക്കർ അതിനെ പ്രിവെന്റ് ചെയ്യുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ഒരു കോഡാക്കി പഠിക്കണം കേട്ടോ. തുരുമ്പ് പിടിക്കാത്ത നിക്കർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ നിക്കർ എന്ന് ആലോചിക്കുക. എന്തിനാണിത്? അതായത് കമ്പോണൻസ് പഠിക്കാൻ വേണ്ടിയാണ്. എല്ലാ സ്റ്റീലിലും Fe അയൺ ഉണ്ടാകും, കാർബൺ ഉണ്ടാകും. പിന്നെ നമ്മൾ നിക്കർ എന്ന് പഠിച്ചത്, നിക്കറിന്റെ ആദ്യത്തെ Ni RCr അഥവാ നിക്കൽ ക്രോമിയം. എല്ലാ സ്റ്റീലിലും അയണും കാർബൺ ഉണ്ടാവും, അത് കൂടാതെ നിക്കലും ക്രോമിയം. എന്തിനാണ് ഞാൻ ബ്ലേഡ് കൊണ്ടും മറ്റു യൂട്ടൻസിൽസ് അല്ലെ അതുകൊണ്ടൊക്കെയുള്ള ആക്രമണത്തെ തടയുന്നു എന്നൊക്കെ പറയാൻ കാരണം എന്താ? അതായത് ബ്ലേഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാ? സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഈ സ്റ്റീലിന്റെ സ്പെഷ്യൽ ഫീച്ചർ, അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഫീച്ചർ ചോദിച്ചാൽ ഞങ്ങൾ പറയേണ്ടത് ഇറ്റ് റെസിസ്റ്റ് കൊറോഷനെയാണ് ഇവർ കൊറോഷനെ തടയുന്ന, അതായത് ഈ മെറ്റൽ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയാം അല്ലെ. ഒരു മെറ്റലിന് കൊറോഷൻ സംഭവിക്കാറാൽ ആ മെറ്റൽ കേടുവന്ന് പോവാണ്. അപ്പൊ അയേണിന്റെ കൊറോഷൻ എന്ന് പറഞ്ഞാൽ റസ്റ്റിംഗ്, തുരുമ്പ് പിടിച്ച് പോവാണ്, നശിച്ചു പോവാണല്ലോ. റസ്റ്റിംഗ് നല്ല പ്രോസസ്സാണോ? അല്ല. അപ്പോൾ അത്തരത്തിൽ കൊറോഷനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ബ്ലേഡുകളും വീട്ടിലുള്ള മറ്റു ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന
അയേണും കാർബണും നിക്കലും ക്രോമിയവും അടങ്ങിയ സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. വേറെ 2 സ്റ്റീൽ നമ്മൾ പഠിക്കുന്നത്, ഒന്ന് മാംഗനീസ് സ്റ്റീലും മറ്റൊന്ന് സിലിക്കൺ സ്റ്റീലും. എന്നാൽ മക്കൾ അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ അലോയ് സ്റ്റീൽ? ഏത് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് ഇൻ ദ കോർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻസ്ട്രുമെന്റ്സ്? മക്കളെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻസ്ട്രുമെന്റ്സ് ഈ ഇലക്ട്രിക്കൽ പർപ്പസിനെല്ലാം ഉപയോഗിക്കുന്ന സ്റ്റീലാണ് ഏത് സ്റ്റീല്? സിലിക്കൺ സ്റ്റീൽ. ഏത് സ്റ്റീലാണ്? സിലിക്കൺ സ്റ്റീൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സിലിക്കൺ സ്റ്റീലിന് എന്ത് വിളിക്കാറുണ്ട്? ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് വിളിക്കാറുണ്ട്. സിലിക്കൺ സ്റ്റീലിന്റെ പേരാണെന്ത്? ഇലക്ട്രിക്കൽ സ്റ്റീൽ. കാരണം ഒരുപാട് ഇലക്ട്രിക് ഉപകരണങ്ങൾ, ജനറേറ്റർ ആയിക്കോട്ടെ, ട്രാൻസ്ഫോമർ ആയിക്കോട്ടെ, മോട്ടോഴ്സ് ആയിക്കോട്ടെ, മോട്ടറുകൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറില്ല. അതിന്റെ ഉള്ളിലുള്ള കോറുകൾ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻസ്ട്രുമെന്റ്സിൽ അതിന്റെ കോർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീലാണ് സിലിക്കൺ സ്റ്റീൽ. അപ്പൊ ഈ സിലിക്കൺ സ്റ്റീലും മാംഗനീസ് സ്റ്റീലും ഒക്കെ ഉള്ള കമ്പോണൻസ് പഠിക്കുക എളുപ്പമാണ്. എങ്ങനെയാണ് പഠിക്കുക? അതായത് എല്ലാ സ്റ്റീലിലും എന്തുണ്ട്? എഫിയും അയേണും കാർബണും ഉണ്ട്. അത് എല്ലാ 3 സ്റ്റീലും ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള 3 സ്റ്റീലും അയേണും കാർബണും ഉണ്ട്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ നിക്കർ എന്ന് പറഞ്ഞ് നിക്കലും ക്രോമിയവും കിട്ടി. മാംഗനീസ് സ്റ്റീലിന്റെ പേര് തന്നെ ഉണ്ട്, അയേണും കാർബണും കൂടാതെ മാംഗനീസ്, Mn. സിലിക്കൺ സ്റ്റീൽ എന്ന പേര് തന്നെ ഉണ്ട്, അയേണും കാർബണും കൂടാതെ സിലിക്കൺ, Si, സിലിക്കൺ. അത്രേ ഉള്ളൂ. ആ പേര് തന്നെ ഉണ്ട് മൂന്നാമത്തെ ആൾ കേട്ടോ. അയേണും കാർബണും അല്ലാത്ത ആ മൂന്നാമത്തെ ആള് Mn, മാംഗനീസ് ആണ്, മാംഗനീസ് സ്റ്റീൽ. അയേണും കാർബണും കൂടാതെ മൂന്നാമത്തെ ആള് സിലിക്കൺ ആണ്, സിലിക്കൺ സ്റ്റീൽ. അയേണും കാർബണും കൂടാതെ നിക്കർ ആണെങ്കിൽ അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ആ രൂപത്തിൽ അത് പഠിച്ചു വെക്കട്ടാ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയ ഏതാനും ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനിയും സ്റ്റഡി ടേബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, ഇത് താഴെ കാണുന്ന ആ ബ്ലാക്ക് കളറിൽ കാണിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്താൻ മറക്കല്ല മക്കളെ. അതേപോലെ തന്നെ ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് നേരെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ലിങ്ക് വാട്സപ്പ് വഴി നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.